ഒരു അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സൗഹൃദമാണ്. എല്ലാം പരസ്പരം പങ്കുവയ്ക്കാനുള്ള സ്പേസ് അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ഉണ്ടെങ്കിൽ അവിടെ ഉടലെടുക്കുന്നത് നല്ലൊരു ബോണ്ടാണ്. അത്തരത്തിൽ അമ്മയോട് വളരെയധികം സൗഹൃദമുള്ളയാളാണ് ദയ. മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും ഏക മകൾ. ദയയ്ക്ക് എന്തും പറയാവുന്ന ഒരു നല്ല സുഹൃത്താണ് മഞ്ജു. തിരിച്ചും അങ്ങനെ തന്നെ. ഇവരുടെ സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ദയയ്ക്ക് ഉമ്മ നൽകുന്ന ചിത്രം പച്ചകുത്തി മഞ്ജുവും മഞ്ജുവിൻ്റെ മുഖം പച്ചകുത്തി ദയയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തൻ്റെ ജീവിതം മാറ്റിമറിച്ച മകളെപ്പറ്റി സംസാരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ. നമ്മുടെ അമ്മമാർ എങ്ങനെയെന്ന് കണ്ടാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ്. അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കണ്ട് പഠിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. മോൾക്കു വേണ്ടി എല്ലാം മാറ്റിവെച്ചിരുന്നു. ദയ വലുതായതിനു ശേഷമാണ് തിരികെ സിനിമയിലേക്ക് പോലും എത്തുന്നത്. ദയ കുഞ്ഞായിരുന്ന സമയം തട്ടിമുട്ടി മാത്രമാണ് ചെയ്തിരുന്നത്. സുജിത്തിന് അന്ന് തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മകളുടെയൊപ്പം വേണമെന്ന് തോന്നി. എന്നാൽ അവൾക്കൊരു തിരിച്ചറിവായപ്പോൾ മകൾ തന്നെയാണ് പറയുന്നത്, കുടുംബത്തിനു വേണ്ടി ജീവിച്ചത് മതി, ഇനി സ്വന്തം ജീവിതം ജീവിക്കാൻ. അഭിനയിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ആരോഗ്യം നോക്കാനുമൊക്കെ മോട്ടിവേറ്റ് ചെയ്തത് ദയയാണ്. തട്ടിയും മുട്ടിയും ചെയ്യുന്ന സമയത്ത് നല്ല തടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. എന്താണോ കംഫർട്ടബിൾ അത് ധരിക്കുന്നു. എന്നാൽ കോവിഡ് കാലത്ത് കുറെ അധികം കാലം ഹോസ്പിറ്റലിൽ കിടന്നു. ന്യൂമോണിയയും ഡെങ്കുവും ഒന്നിച്ചു വന്നു. 13 ദിവസം കൊണ്ട് 9 കിലോയാണ് കുറഞ്ഞത്. ആശുപത്രി വിട്ടതിനു ശേഷവും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വർക്കൗട്ട് തുടങ്ങി. എല്ലാത്തിനും മകൾ ഒപ്പമുണ്ടായിരുന്നു. വർക്കൗട്ടൊക്കെ ചെയ്ത് വണ്ണം കുറഞ്ഞപ്പോൾ വസ്ത്രങ്ങളിൽ സെലക്റ്റീവാകാൻ തുടങ്ങി. അതിനും സഹായിച്ചത് ദയയാണ്. ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ മകൾക്ക് സാധിച്ചു. പിന്നീട് സിനിമയിൽ തുടരെ വേഷം ലഭിക്കാൻ കാരണവും അവൾ തന്നെയാണ്. അവളുടെ മോട്ടിവേഷൻ. അമ്മയിൽ വിശ്വസിക്കണം, നല്ല ആക്ട്രസ് ആണ്, മലയാള സിനിമയിൽ നല്ല സ്പേസ് ഉണ്ട് എന്ന് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് വീണ്ടും സിനിമയിൽ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയത്. കുട്ടികൾക്ക് എന്തും പറയാനുള്ള ഒരു സൗഹൃദ വലയം തീർക്കണം. ഒരു പ്രണയമുണ്ടായാൽ പോലും കുട്ടികൾ പേടിയില്ലാതെ അച്ഛനമ്മമാരോട് സംസാരിക്കണം. ഇതിലൂടെ അവരുടെ തെറ്റുകൾ തിരുത്താനും നമ്മുടെ തെറ്റുകളും കാഴ്ചപ്പാടുകളും തിരുത്താനും സാധിക്കുന്നു. ദയ ഇപ്പോൾ ഫാഷൻ സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത മാസം ബിരുദദാന ചടങ്ങ്. അവളുടെ ഭാവി അവളും സുജിത്തും കൂടിയാണ് തീരുമാനിക്കുന്നത്. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ദയയ്ക്ക് സിനിമയിൽ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ദയയ്ക്ക് കുറച്ചുകൂടി നല്ല റോളുകൾ തുടക്കത്തിൽ ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് തൽക്കാലം ഒന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ പഠനം പൂർത്തിയായിട്ട് നോക്കാം എന്നാണ് തീരുമാനം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.